അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അവസാന വിജയം മുത്തഖീങ്ങൾക്കാണ് എന്ന സന്ദേശത്തോടു കൂടെ അധികം മുഖവുരയില്ലാതെ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഈ കള്ളത്തരീക്കത്ത് കുരുവട്ടൂരികൾ ഇവിടെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ ഹീനമായ ശ്രമങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ശംസുൽ ഉലമ EP വിഭാഗക്കാരെ പറ്റി അവർ സുന്നിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും, അതുപോലെ എറണാകുളത്ത് സമ്മേളനത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് അത് സുന്നിയല്ല എന്നൊക്കെ പറഞ്ഞ മുമ്പ് അദ്ദേഹം പറഞ്ഞു പോയ ഓരോ കാര്യങ്ങൾ ഇത് ചിക്കിച്ചകഞ്ഞെടുത്തുകൊണ്ട് ഈ കള്ളത്തരീക്കത്തുകാർ നൗസാദും കൂട്ടരും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ശംസുൽ ഉലമനെ ഇപ്പോഴും എന്താണ് വളരെ മോശമാക്കി ജനങ്ങളുടെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരട്ട് കൊടുക്കുകയാണ്. പക്ഷേ ആ ഇരയിൽ അവർ കൊത്തുന്നില്ല, ഏപ്പിക്കാർ കൊത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു കാര്യം. എന്താണെന്ന് വെച്ചാൽ ഈ സുന്നിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൗസാദ് അടക്കമുള്ള ആളെ പറ്റിയാണ് പറഞ്ഞത്, ഇവൻ അടക്കമുള്ള ആളെ പറ്റിയാണ് പറഞ്ഞത്. ഇവൻ തോപ ചെയ്തോ? ഇല്ല. എന്നാൽ നിങ്ങളൊന്നും ശംസുൽ ഉലമയെയും സമസ്തനെയും ഇങ്ങനെ പറഞ്ഞുകാണ്ട് എന്താക്കാനായിട്ടില്ല, കൊച്ചാക്കാനായിട്ടില്ല. എന്താണ് സമസ്ത നിങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങളെ ഈ 4 അടുപ്പും കല്ലുകൾ അവിടെ ഇവിടെയും ഇരുന്ന് കണ്ട് മുമ്പ് കഴിഞ്ഞു പോയ ആലിമികളൊക്കെ എന്താണ് പുറത്തേക്ക് എടുത്തിട്ട് കണ്ട് അവരെ ആക്ഷേപിക്കണോ? നീ സുന്നിയല്ലാന്ന്, നിന്നെ പറ്റി സുന്നിയാണെന്ന് ആർക്കും അവിടെ അഭിപ്രായമുള്ളത്? സമസ്തൻ്റെ ജനറൽ സെക്രട്ടറി വലിയ പണ്ഡിതനാണ് പറഞ്ഞത്. എന്ത് CM വലിയുള്ള എന്ന് പറയുന്ന വലിയ ഔലിയാക്കളിൽപ്പെട്ട എല്ലാവരും ബഹുമാനിക്കുന്ന ആൾ. അദ്ദേഹം ഒരു മജ്ദൂബായ വലിയായിരുന്നു എന്ന് ചെറുശ്ശേരി ഉസ്താദ് പറയുന്നു. ഈ ചെറുശ്ശേരി ഉസ്താദിനെ CMനെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഇജ്ജ്. അങ്ങനത്തെ ഇജ്ജ് പറയണത് CMന് ജതുവൊന്നുമില്ലായിരുന്നു എന്ന്. CMനെ കണ്ട എപ്പോഴും അങ്ങോട്ടും ഈ ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന ചെറുശ്ശേരി ഉസ്താദ് പറയണം അദ്ദേഹത്തിന് ജതുബിൻ്റെ ഹാലുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് നോമ്പിന് ഭക്ഷണം കഴിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അത് തെളിഞ്ഞ ബുദ്ധിയാൽ കഴിക്കാൻ പാടില്ല എന്ന് സ്ഥിരീകരിക്കുക ചെറുശ്ശേരി ഉസ്താദ്. എന്നാൽ പക്ഷേ നിങ്ങളങ്ങനല്ല. നിങ്ങളിവിടെ ദീനിൻ്റെ അടിത്തറ മാന്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇല്ലാത്ത നുണകളാണ് പറഞ്ഞത്, എന്തൊക്കെ പുതിയ ഫത്വകളാണ് ഇറക്കിയത്. നിങ്ങൾ പ്രസംഗിച്ചില്ലേ ഒരു വലിയ നോമ്പിന് ഭക്ഷണം തന്നാൽ അത് നമുക്ക് ഭക്ഷിക്കാം, എന്നിട്ട് നമ്മൾ നോമ്പറ്റ അന്നത്തെ നോമ്പാണ് ഏറ്റവും നല്ല നോമ്പ് എന്ന്. നിങ്ങളപ്പോൾ ഇബിലീസ് തരീക്കത്ത് നിന്ന് അവർ ഏപ്പിക്കാർ പറയുന്നത് വെറുതെ അല്ല. നിങ്ങളപ്പോൾ ആൾക്കാർ കൂടും. കാരണം എന്താ, നോമ്പ് നിങ്ങളുടെ കുരുവട്ടൂർ ഷെയ്ഖ് ഉണ്ടല്ലോ, കോമാട്ടുചാലിൽ അബ്ദുള്ള ആഫിദ് എന്നൊക്കെ പറയുന്നത്. മോൻ പറയണം നിങ്ങൾ ആരും നോമ്പ് വെൽക്കണ്ട, 30 ഇവിടെ വന്നാൽ മതി, നമ്മളെ ആൽക്കി പങ്കെടുത്താൽ മതി, അദ്ദേഹത്തെ ബലികാരടക്കും പോലെ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ? ചെറുക്കന്മാരങ്ങളൂടെ വരില്ല. പക്ഷെ നിങ്ങളെ ഈ കാപ്പട്യം മനസ്സിലായി. നിങ്ങൾക്കൊന്നും ആശയം കൊണ്ട് നെയ്തിടാൻ കഴിയാത്തത് കൊണ്ട് ഏപ്പിക്കാരെ സഞ്ചിമ തൂങ്ങിയിട്ട് എന്താണ് അതിമ ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുക, കുളിയർമ്പ് തൂങ്ങിയാതിരി. ഏപ്പിൻ്റെ സഞ്ചിമേൽ കുളിയർമ്പ് തൂങ്ങിയാതെ നിങ്ങളിങ്ങനെ തൂങ്ങിക്കുക. അതിഞ്ഞ് വിടൂല, വേറൊരു ലാനന്താ അറിയോ? അത്രക്കും പിടിച്ച് നിങ്ങളുടെ കയ്യാട് ഒട്ടി. കാരണം നിങ്ങൾക്ക് കൂട്ടി ഇബിലീസ് ഉണ്ട്. കാരണം ഇബിലീസിനെ മുസ്ലിമാക്കാൻ നടക്കുക നിങ്ങൾ. ഇവിടെയുള്ള സർവ്വ സുന്നികളെയും ആക്ഷേപിച്ച് കണ്ട്, ഇവിടെ എല്ലാ സുന്നികളെയും ആക്ഷേപിച്ച് 10 പൈസക്ക് വിലയില്ല എന്ന് വരുത്തി തീർത്തുകാണ്ട് യുക്തിവാദികളെ കയ്യിലെന്താക്കിയാൽ നല്ല നിലക്ക് കൊടുത്തുകാണ്ട് നിങ്ങളിപ്പോൾ ആ സഞ്ചിൻ്റെ ഉള്ളിൽ, ഏപ്പിൻ്റെ സഞ്ചിൻ്റെ ഉള്ളിൽ നിങ്ങളെ കൈ കുടുങ്ങിയിട്ട് എന്താണ് ഇനി വേർക്കാൻ വെച്ച അമർത്താനും വെച്ചാൽ നിലക്കുക നിങ്ങൾ. അവരെന്നാലുണ്ടോ ഈ സഞ്ചിൻ്റെ ഉള്ളിൽ കുടുങ്ങിയെന്ന് പറഞ്ഞിട്ട് അത് ഓൽക്കതൊരു വസ്തുവല്ല. വലിയ ആനൻ്റെ പുറത്ത് ചെറിയ കൊതുക് അടിച്ചാൽ എങ്ങനെയാണ് അതൊന്നും അറിയും കൂടിയില്ല. എന്നതുപോലെ നിങ്ങളുടെ കജ്ജ് ഏപ്പിൻ്റെ സഞ്ചിൻ്റെ ഉള്ളിൽ കുടുങ്ങിയത് AP അറിഞ്ഞിട്ടില്ല. കാരണം എന്താ, AP വലിയ പർവ്വത സമാനമായ വലിയ പണ്ഡിതനാണ്, വലിയ മനുഷ്യനാണ്. അത് നിങ്ങൾക്കും അറിയാം. കാരണം നിങ്ങളെന്താ പറയുക, ഇപ്പോൾ മുമ്പൊക്കെ പറഞ്ഞു ഞങ്ങളുടെ AP ഉസ്താദിനെ നിങ്ങൾ പറയില്ല, പിന്നെന്താണ് സുലൈമാൻ ഉസ്താദിനും പറയില്ല, അല്ലാത്തവരെ പറയണമെന്ന്. ഇപ്പം ആ വയസ്സായ തന്ത നിങ്ങളുടെ ഷെയ്ഖ് പറയാൻ പറഞ്ഞു. നിങ്ങളുടെ ഷെയ്ഖ് ഈബത്ത് പറഞ്ഞ നമീമത്ത് പറഞ്ഞു വിടാൻ തിരികേറ്റി വിടുന്ന ആളുണ്ടല്ലോ, അയാൾ പറഞ്ഞ ആ വയസ്സിന് ആ തന്ത അങ്ങനെ എന്നൊക്കെ പറയും. എന്തൊക്കെ ഈ ദീനിൻ്റെ ഷിയാർ നശിപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിവിടെ ചെയ്തത്. നിങ്ങൾ 3-4 അള്ള് ഇവിടെ എന്ത് ചെയ്തിരുന്നു, ഈ വെച്ച് പോയിട്ടുണ്ട്. വെച്ച് പോയിട്ടുണ്ട്. ആ അള്ള് ഓരോന്നോരോന്ന് ഊരിപ്പോൾ 2-3 അള്ളുകളെ ഊരാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഓരോ നേപ്പിക്കാരൻ നിങ്ങൾക്ക് പൊളിച്ചടക്കിയാണ്ട് ആയിക്കോട്ടെ ആരിസ് മദനിയൊക്കെ പൊളിച്ചടക്കിയാണ്ട് തന്നപ്പം ഇപ്പോൾ ആ അള്ള് ഊരി പോരുക. എന്നതുപോലെ
ഈ സമസ്ത യോജിക്കാൻ ഒരിക്കലും യോജിക്കാൻ പാടില്ല എന്ന ശംസുലുലമ ആഗ്രഹിച്ചെന്ന് നീ പറയുന്നു. എന്നാൽ അബ്ദുറഹ്മാൻ കല്ലായി അടക്കമുള്ള മൂപ്പരെ പരിചയമുള്ള ആൾക്കാരെന്താണ് ശംസുലുലമൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു സമസ്ത യോജിക്കണമെന്ന്. എത്രത്തോളം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു സമസ്ത യോജിക്കണം എന്നൊക്കെ. ഇതിനൊക്കെ അള്ള് വെച്ച് കണ്ട് ആ അള്ളൊക്കെ ഇപ്പം അബ്ദുറഹ്മാൻ കല്ലൈനെ പോലത്തെ ഒരു ഊരി ഇപ്പം തന്നെ ഇനിയും അത് നടക്കുക. സുന്നിയല്ല, മാർക്ക് കഴിച്ചിട്ടില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇത് ആ സമ്മേളനത്തിന് പോലും മാർക്ക് കഴിച്ചിട്ടില്ല എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എടുത്തുകൊണ്ട് ആ പണ്ഡിതനെ ഞങ്ങളാണോ ശംസുലുലമനെ ആഗ്രഹിക്കണം? ശംസുലുലമ പറഞ്ഞാൽ ശംസുലുലമ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എന്തെങ്കിലും കോമാട്ടുചാരർ അബ്ദുള്ളയൊക്കെ വിട്ടുകണ്ട് ഷേഖാക്കാതെ ശംസുലുലമനെ ഷേഖാക്കി സമസ്തയ്ക്ക് തിരിച്ചു വരും. എത്രയും എനിക്ക് പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും.